ഈ യുദ്ധം ഒന്ന് നിർത്തിക്കൂടെ? ആർക്ക് വേണ്ടിയാണോ യുദ്ധം നടത്തുന്നത്? അവരൊക്കെ മരിച്ചു പോവുകയാണ്, അവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത്? എനിക്ക് ഈ യുദ്ധം നിർത്തിക്കൂടെ? ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ. നിങ്ങൾ എവിടെയാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഈ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു സംരക്ഷണവും കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്, ലോകം നശിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ? ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും. ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ഇതെന്തിൽ ചെന്ന് അവസാനിക്കും? നിങ്ങളുടെ ആർത്തി തീർക്കാനോ? അവിടെയാണോ ചെന്ന് അവസാനിക്കുക? ഒന്നും നിർത്തിക്കൂടെ? ആയുധങ്ങൾ പ്രതിരോധത്തിനാണ്, അല്ലാതെ കൊന്നൊടുക്കാനല്ല. നിരപരാധികളെ കൊന്നൊടുക്കാനല്ല ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്നത്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാർ അനുഭവിക്കുക. ജീവനല്ലേ? ഭൂമിയിൽ ജീവിച്ചു പോയില്ലേ? ജനിച്ചു പോയില്ലേ? നിങ്ങൾ ആർക്കാണ് ഈ സംരക്ഷണം കൊടുക്കുന്നത്? നിങ്ങൾ ആർക്ക് സംരക്ഷണം കൊടുക്കുന്ന? ഈ യുദ്ധം കൊണ്ട് ആർക്ക് സംരക്ഷണം കിട്ടുന്നു? ഈ യുദ്ധം കൊണ്ട് ആർക്ക് ഗുണം കിട്ടുന്നു? ആർക്ക് എന്ത് ഗുണം കിട്ടുന്നു? ഈ യുദ്ധം കൊണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? നിർത്തിക്കൂടെ? ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ജീവൻ വരെ അറ്റ് പോവുകയാണ് നിങ്ങളുടെ ഈ യുദ്ധം. ജീവിക്കാൻ തുടങ്ങുന്ന പിഞ്ച് കാലുകൾ നടക്കുന്നുണ്ടെങ്കിൽ പിഞ്ച് കൈകൾ തീർന്നു പോവുകയാണ്, മരിച്ചു പോവുകയാണ്. നിങ്ങൾ കൊന്നൊടുക്കുകയാണ്. ഈ ശാപം എവിടെ കൊണ്ടച്ച് തീർക്കുക? ഏത് സ്വർഗരാജ്യത്തിലേക്ക് പോകും? നിങ്ങളിത് ചെയ്തിട്ട് ഏത് സ്വർഗരാജ്യത്തിലേക്ക് പോകും? നാളെ ജീവിക്കേണ്ട മക്കളാണ്, നാളേക്കുള്ള പൗരന്മാരാണ്. അവരെയാണ് ഈ കൊന്നൊടുക്കുന്നത്. ഈ യുദ്ധം നിർത്തിക്കൂടെ? യുദ്ധം നിർത്ത്. ആരെങ്കിലും ഇടപെട്ടിട്ട് നിർത്തിക്ക്, എന്തെങ്കിലും ചെയ്യ്. എന്താണ് ഇതുകൊണ്ട് ലാഭം? എന്ത് ലാഭമാണ് ഉദ്ദേശിക്കുന്നത്? സ്വയം നഷ്ടാണ്. എല്ലാം നഷ്ടം തന്നെയാണ്, നഷ്ടപ്പെടുകയാണ്. ഓരോ മിസൈൽ പൊട്ടുമ്പോഴും, ഓരോ തോക്കിൽ നിന്ന് ഓരോ ഉണ്ട വരുമ്പോഴും അത് നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു അമ്മയുടെ മകനാ മരിക്കുന്നത്. ഓരോ ബോംബ് പൊട്ടുമ്പോഴും ഓരോ അമ്മയുടെയും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന മക്കളാണ് മരിച്ചു പോകുന്നത്. ഒന്നും അറിയാതെ, ഒരു തെറ്റും ചെയ്യാതെ, ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യാതെ മരിച്ചു പോവുക. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാം.
ഈ മരിച്ചു പോകുന്ന ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് മരിച്ചു പോകുന്നത്. കൊന്നുകളയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇതുകൊണ്ട് എന്ത് നേടും? ഇതുകൊണ്ട് എന്ത് നേടും നിങ്ങള്? എന്ത് നേടാൻ? എന്ത് നേടാൻ? കുറെ ശവങ്ങൾ നേടും. കുറെ ശവങ്ങൾ നേടും. ശവങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കോ നീയൊക്കെ? അതോ ഒന്നായിട്ട് അണ്ണാക്കിലേക്ക് തിന്നോ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ബൈബിള് പഠിച്ചിട്ടില്ല, ഖുറാൻ പഠിച്ചിട്ടില്ല, ഭഗവത്ഗീത പഠിച്ചിട്ടില്ല. ഈശ്വരൻ ഒന്നുണ്ട്, പുറത്തൊരു ശക്തിയുണ്ട്. അതിനെ മറികടക്കാനുള്ള മിസൈലുകൾ ഉണ്ടാക്കുക, അതിനെ മറികടക്കാനുള്ള ബോംബുകൾ ഉണ്ടാക്കുക, അതിനെ മറികടക്കാനുള്ള അണുബോംബുകൾ ഉണ്ടാക്കുക. സ്വയം നിൽക്കുന്നിടം നശിപ്പിക്കുകയാണ്. സ്വയം നിൽക്കുന്നിടം നശിപ്പിക്കുക. എത്ര സുഖകരമായിട്ട് സഞ്ചരിക്കാനും എത്ര സുഖമായി ജീവിക്കാനും ഒരു ഭൂമി തന്നത്. അത് നശിപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണോ മനുഷ്യനെ ഏൽപ്പിച്ചത്? ആണോ? അത് നശിപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ മനുഷ്യനെ ഏൽപ്പിച്ചത്? അല്ല. യുദ്ധം ചെയ്ത കൊല്ല 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 കൊല്ല. ആരെ കൊല്ലും? ആരെ കൊല്ലുന്നു? എന്തിനാ കൊല്ലുന്നത്? എടാ, നീയൊക്കെ തൊടുക്കുന്ന ഓരോ മിസൈലും എവിടെ പോയി പതിക്കുന്നു? അവിടെ ആരൊക്കെ ചാവുന്നു? ആരൊക്കെ മരിക്കുന്നു? ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ തൊടുക്കുന്നവൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഭൂമിയിലേക്ക് ജന്മം കിട്ടിയ ഓരോ ജന്മങ്ങളും കാര്യവും കാരണവും അറിയാതെ ചത്തുപോവുക, മരിച്ചു പോവുക. അവർക്കറിയില്ല അവരെന്തിനാ മരിച്ചു പോയതെന്ന്. അവർക്കറിയില്ല അവരെന്ത് തെറ്റാ ചെയ്തതെന്ന്. കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നമുക്ക് ഇത് കിട്ടും, തൂക്കുകാരെ കിട്ടും. ഇതെന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി അവര് മരിക്കുന്നത്? നിങ്ങൾ ഈ കൊല്ലുന്നത് ആരെയാ? നിങ്ങൾ കൊന്നു നേടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾ കൊല്ലുന്നത് ആരെ? നിങ്ങൾ കൊല്ലുന്നത് ആർക്ക് വേണ്ടി? അതാദ്യം ചിന്തിക്കും. യുദ്ധം നിർത്തിക്കൂടെ? യുദ്ധം നിർത്തിക്കൂടെ? എന്തിനു വേണ്ടി യുദ്ധം? ആർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ യുദ്ധം? കൂടെ ഉള്ളവര് പോവും, കൂടെ കിടക്കുന്നവര് പോവും, സ്വന്തമെന്ന് പറഞ്ഞത് മുഴുവൻ പോവും. പിന്നെ എന്തിനാ യുദ്ധം? യുദ്ധം കൊണ്ട് എന്ത് ഗുണം? ആർക്ക് ഗുണം? ആർക്കും ഗുണമില്ല. ആർക്കും ഗുണമില്ല. ആർക്കും ഗുണം? ആർക്കും ഗുണമില്ല. ഇന്ന് ഇവിടെ ഉറങ്ങിയാൽ നാളെ എഴുന്നേൽക്കും എന്നത് പ്രതീക്ഷ മാത്രം. കാരണം ഈശ്വരന്മാരും ദൈവങ്ങളാരും ഒന്നും പ്രതിസന്ധി ഉണ്ടാക്കിയില്ല. മുകളിൽ കൂടി പോകുന്ന മിസൈലുകളാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ എന്റെ നെഞ്ച് തോന്നു പൊട്ടും. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ട്? എന്ത് തെറ്റ് ചെയ്തിട്ട്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും തെറ്റ് ചെയ്തിട്ടല്ല ചാവുന്നത്, ചത്തുപോവുക. മേലെ കൂടി വരും, താഴെ വരും, പൊട്ടും, ചാവും. ആർക്കാണോ ലാഭം? ആർക്ക് ലാഭം ഉണ്ടാകാൻ? ആർക്കും ലാഭമല്ല, ആർക്കും ഒരു ലാഭമല്ല. ഒരു യുദ്ധം നഷ്ടപ്പെടുത്തുന്നത് ഒരു പുതുതലമുറേനെയാണ്. മൊത്തം എല്ലാ സാങ്കേതിക വിദ്യ എല്ലാം നഷ്ടപ്പെട്ടു. പോവുക. ചിരിച്ചു മരിക്കുക, ചിരിച്ചു മരിക്കുക, ചിരിച്ചു മരിക്കുക. തലയ്ക്ക് മുകളിൽ കൂടി മിസൈലുകൾ പോകുമ്പോൾ ചിരിച്ചു മരിക്കുക. അതല്ലേ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് ആർക്കും അറിയില്ല. എന്തിനു വേണ്ടിയിട്ടായിരിക്കും.